ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ഡെയിലി വ്ളോഗ് സീരീസ്. അങ്ങനെ ഇന്നൊരു ഫുൾ ഡേ ഇൻ മൈ ലൈഫ് ഇല്ലാവ ഒരു ഈവനിങ് വ്ളോഗ് പോലെ. അങ്ങനെ ഇന്നലെ ഞാൻ കാണിച്ചിട്ടേ വീഡിയോയിൽ പുര ക്ലീൻ ആക്കുന്നതെല്ലാം ചെല്ലിട്ട് ഇന്നലെ ആക്കിയ സിറ്റൗട്ടും കൊട്ടിലും അല്ലേ, ഇന്നൊരു റൂം മാത്രമേ ക്ലീൻ ആക്കാൻ ഉണ്ടായി. അങ്ങനെ ഇന്ന് ബൈട്ട അതെല്ലാം ഒരു റൂം ക്ലീൻ ആക്കിയിട്ട് ഒരു ബൈട്ട മറിയയിൽ നമുക്ക് ലൈബ്രറിക്ക് പോകാമെന്നില്ല. അങ്ങനെ ഈ ഒരു ബുക്ക് വെച്ചിട്ട് റബ്ബെ 3 മാസം എന്തോ ആയാന്ന്. അങ്ങനെ അതും കൊണ്ട് ഞാനും റിയാവും പോയി. ഈ ലൈബ്രറി ഉള്ളത് മജ്ലിസിൻ്റെ ബാക്കിൽ, മൊഗ്രാൽ മജ്ലിസിൻ്റെ ബാക്കിൽ തന്നെയായിട്ടുള്ളൊരു MS ലൈബ്രറി എന്നിട്ട്. അങ്ങനെ ഇതൊരു പണ്ടത്തെ ലൈബ്രറി. അവിടെ കുറേ ബുക്ക് ഉണ്ട്. അപ്പോൾ ഇവിടെ ക്ലാരിറ്റി ഇല്ലാത്ത എന്താ പറയുക, അതിൻ്റെ ഉള്ളിൽ കുറച്ച് ലൈറ്റ് കുറവാണ്. അങ്ങനെ പണ്ടത്തെ ലൈബ്രറി ഇത് ഞങ്ങൾക്ക് ഇഷ്ടം. ഇങ്ങനെ ബൈട്ടാടക്കെല്ലാം പോകാൻ. അല്ലെങ്കിൽ ഞാനും നീലും റിയാവും പോലെ. ഇപ്പോൾ നീലും മമ്മീൻ്റെ അവിടെ നിൽക്കാൻ പോയിട്ടുണ്ട്. അങ്ങനെ ഞാനും റിയാവും മാത്രം വന്ന് കണ്ടില്ലേ, കുറേ പണ്ടത്തോറൽ കുറേ ഫ്രെയിമും അതും ഇതും ഒരു ആംബിയൻസ് തന്നെ വേറെടുത്ത്. അങ്ങനെ നമ്മൾ കുറേ തപ്പി കുറേ ഒരു നല്ല ബുക്ക് കിട്ടണം, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ബുക്ക് കിട്ടണം, കുറേ തപ്പിയിട്ടാണ്. അങ്ങനെ കുറേ തേടിയിട്ട് ഞാനും റിയാവും കുറച്ച് ബുക്ക് എടുത്ത് മിന്നത്തെ ബുക്കിനെയും കൊടുത്ത് അവിടെ ഇങ്ങനെ സൈനെല്ലാം ഇടാൻ ഉണ്ടാവേ, ഒരു മജ്ജ ബൈട്ടെല്ലാം പോകാൻ. അങ്ങനെ സൈനെല്ലാം ഇട്ട് ബുക്കും മേങ്ങി വന്ന്. ഞാൻ 2 ബുക്ക് മേങ്ങിനെ ഇപ്പോൾ വായിച്ചിട്ടാകുമെന്ന് അറിയില്ല ഇനി. അങ്ങനെ ഒരു ബൈറ്റാകുമ്പോഴേക്ക് ഇങ്ങനെ ബണ്ണി നടക്കാനെല്ലാം ഭയങ്കര മജ്ജ. അങ്ങനെ ഞാനും റിയാവും ഇവിടെ ബൂസ്റ്റെല്ലാം മേങ്ങി വന്ന്. അങ്ങനെ നടന്നിട്ട് വരുമ്പോഴേക്ക് ഇവിടെ തായരമ്മേൻ്റെ പൊരുക്കത്തുമ്പോഴൊക്കെ ഉണ്ട് ഫാത്തിമാവും ഖദീസാവും മസ്റൂഫ എല്ലാം ഉണ്ട്. അങ്ങനെ ഓരോടെല്ലാം ഒരു ഹായ് പറയാൻ ചെല്ലിട്ട് നമ്മ വന്ന്. അങ്ങനെ ഈ ബുക്കെല്ലാം ഇനി വായിച്ചിട്ട് തീർക്കണോ. ഈ റിയ മേങ്ങിയ ബുക്ക് ഇത് ഈ സ്റ്റാൻഡ് ബൈ മീ എന്നിട്ട് അത് ഞാൻ മുമ്പ് ഒരിക്കൽ വായിച്ചിനായി കുറേ മുന്നേ. ഞാൻ മേങ്ങിയത് ഈ മർഡർ റൂമും ഒരു സ്റ്റാർട്ടപ്പ് വന്നിട്ട്. ആ സ്റ്റാർട്ടപ്പ് എന്തിനു മേങ്ങിയെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയില്ല. കണ്ടിട്ടാകുമ്പോൾ ഒരു മേങ്ങുന്ന ഒരു കൗതുകമല്ല. അങ്ങനെ ബൈറ്റ് അങ്ങനെ കഴിഞ്ഞു. അങ്ങനെ കുറച്ച് നേരം ഒരു മോന്തിയെല്ലാം ആകുമ്പോഴേക്ക് റഹ വന്ന്. എന്തിനറിയോ റഹ വന്നത്? മൊയിലാഞ്ചി വെച്ച് തരുമോ എന്നിട്ട് റഹ വന്ന്. അങ്ങനെ ഓക്ക് നാളെ മംഗളത്തിന് പോകാനുണ്ടല്ലോ. അങ്ങനെ മംഗളത്തിന് പോകാൻ വേണ്ടിയിട്ട് റഹ കുട്ടിക്ക് മൊയിലാഞ്ചിയെല്ലാം വെച്ച് ഇനി ഇത് സ്പീഡാക്കിയതാവേ. അല്ലാതെ ഇത്ര സ്പീഡ് വെക്കാൻ എന്തോ എനിക്കറിയില്ല മൊയിലാഞ്ചി. അല്ലെങ്കിൽ സ്ലോ ആക്കിയിട്ട് വെച്ചാൽ എൻ്റെ സ്ലോ കണ്ടെങ്ങാൻ പറ്റൂ, നിങ്ങളുടെ ബോറടിച്ചാവും. അങ്ങനെ ഞാൻ സ്പീഡാക്കിയത്. അങ്ങനെ റഹാക്കും ഫുള്ള് മൊയിലാഞ്ചിച്ച് ഒരു കൈക്കോളവും തന്നെ വെച്ചിനെ, പിന്നെ ഒരു കൈക്ക് ഞാൻ ബിയ്യം വെച്ച് ഈ ഡിസൈൻ തന്നെയല്ല നമ്മൾ എല്ലാവർക്കും വെക്കൽ പിള്ളേർക്കെല്ലാം. അങ്ങനെ ഓൾക്ക് കാണിച്ചിട്ടാകുമ്പോൾ ഈ ഡിസൈൻ ആവുന്നില്ല. അങ്ങനെ ഓൾക്ക് ഇതും വെച്ച് ഓളുമ്മ ബയ്യ പേരും ചെല്ലി. പിന്നെ ഈ സൈഡ് പെരുന്നാമ്പക്ക് ഭയങ്കര എൻ്റെ പേരിൽ ഭയങ്കര ക്യൂ ഉണ്ടാകുന്നു. അത് ഈ മൊയിലാഞ്ചി വെക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും വെക്കുന്നു. ഇങ്ങനെ ഞങ്ങൾക്ക് എന്തോ ഒരു മജ്ജയില്ല, അതൊരു പെരുന്നാൻ്റെ പൊൽസ് അങ്ങനെ കിട്ടുന്നത്. ഒരെണ്ണം പിന്നെ എന്നെ വെക്കാൻ കഴിയുന്നമ്മ. അങ്ങനെ എല്ലാവർക്കും വെച്ചിട്ടാകുമ്പോഴേക്ക് ഞങ്ങൾക്ക് വെക്കാൻ സമയം ഉണ്ടാകുന്നില്ല. ഈ പെരുന്നാൾക്ക് ഞാൻ മൊയിലാഞ്ചി വെച്ചിട്ടാണ്. അത് ഇത് തന്നെ ഞങ്ങൾക്ക് വെക്കുമ്പോഴേക്ക് ഞങ്ങൾക്ക് ഭയങ്കര മടിയാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് കൊടുക്കാവ പെരുന്നാൾക്ക് വെച്ച മൊയിലാഞ്ചിയല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം.